ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ വെൽക്കം ബാക്ക് ടു അനദർ ഒരു ടീസർ റിയാക്ഷൻ ആണ് സുഹൃത്തുക്കളെ. പൃഥ്വിരാജ് സുകുമാർ നായകനാകുന്ന ഐ നോബഡി എന്ന് പറയുന്ന, അങ്ങനെയാണെന്ന് തോന്നുന്നു, ഐ നോബഡി എന്ന് പറയുന്ന മൂവിയുടെ ടീസർ കുറച്ച് നേരം മുമ്പേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു സുഹൃത്തുക്കളെ. സോ പടം ആക്ച്വലി ഡയറക്റ്റ് ചെയ്യുന്നത് നിസാം ബഷീർ എന്ന് പറയുന്ന ആളാണ്. പുള്ളിക്കാരനെ കുറിച്ച് നിങ്ങൾക്ക് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരനാണ് നമ്മുടെ റൊഷാക്ക് മൂവിയൊക്കെ ഡയറക്റ്റ് ചെയ്തതും കുട്ടികളാണ് എൻ്റെ മലാഹ ഈ പടമൊക്കെ ഡയറക്റ്റ് ചെയ്ത ആളാണ്. സോ പുള്ളിക്കാരൻ്റെ പുതിയ പടമാണ് ഐ നോബഡി. സോ കാസ്റ്റിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ പൃഥ്വിരാജ് ഉണ്ട്, പാർവതി, ഹക്കീം, പിന്നെ അശോകൻ, വിജയരാഘവൻ, മധുപാൽ ശങ്കർ, രാമകൃഷ്ണൻ, അങ്ങനെ കുറച്ചധികം ആൾക്കാരൊക്കെയാണ് പടത്തിൽ വരുന്നത്. സോ അപ്പോൾ എന്തായാലും നമുക്ക് പടത്തിൻ്റെ ടീസറിലേക്ക് കിടക്കാൻ സുഹൃത്തുക്കളെ. ലെറ്റ്സ് സീ ദ ഒഫീഷ്യൽ ടീസർ ഓഫ് ഐ നോബഡി. സുപ്രിയ മേനോൻ പ്രസൻസ്. മമ്മ പറഞ്ഞു പപ്പ അടി കൂടാൻ പോയിട്ടാണ്. ആണോ പപ്പ? ആ കഥ കേട്ടിട്ട് മടുത്തു. വെളിച്ചന്റെ കഥ മതി. എന്തൊരു ഇടി കൊണ്ട് കണ്ണൊക്കെ വീങ്ങിയിരിക്കുന്നു. ഒരു കഥയുണ്ട്. ഫ്രം സുപ്രിയ മേനോൻ മുകേഷ്. രാജീവൻ ബാങ്കിലേക്ക് എന്തോ കാര്യത്തിന് കൊടും ക്രിമിനലുകളായ 3 പേരെ ഉദ്യോഗസ്ഥൻ എങ്ങനെയോ കണ്ടെത്തും. ആ സമയത്ത് അവന്മാർ കണ്ടിരിക്കുന്നവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അവന്മാരെ അടിയും വാങ്ങിച്ച് അവന്മാരെ പിടിച്ചോണ്ട് പോകുന്ന സിറ്റുവേഷൻ ഞാൻ തന്നെ ഉണ്ടാക്കി. ഏതൊരു ഒരു നോബഡി. വിജയകരമായി അങ്ങനെ ഒരു ബാങ്ക് മോഷണം നടപ്പിലാവും. പോലീസും നാട്ടുകാരും വഴിനീളെ 17 കോടിയെ തപ്പി നടക്കുമ്പോൾ നമ്മുടെ 17 കോടിയാ മുമ്പോ. എടേ, പൃഥ്വിരാജ് പ്ലാൻ ചെയ്യുന്ന ബാങ്ക് റോബറി ആണോ ഇനി? കൊള്ളാം. എനിക്ക് ആ ഒരു ടീസറിൻ്റെ ചില സംഭവങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇൻട്രസ്റ്റിംഗ്. ഈ ഉദ്യോഗസ്ഥൻ ആ കട്ട കാശും കൊണ്ട് തൻ്റെ ഭാര്യയുമായി സുഖിക്കുക. അയാളുടെ കയ്യിൽ നിന്ന് അത്ര ഈസി ആയിട്ട് നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റില്ല. നല്ല പണിയെടുക്കേണ്ടി വരും. ജൂലൈയിലാടെ പടം ഇറങ്ങുന്നത്. ജേക്സ് ബിജോയ മ്യൂസിക് ചെയ്തേക്കുന്നത് കേട്ടോ. എടേ, ടീസർ കൊള്ളാടെ. ഒരു എന്തോ ഇങ്ങനെ പടം കാണാനുള്ള ഒരു ത്വര ഉണ്ടാകുന്ന രീതിക്കുള്ള സംഭവം ഉള്ള ഒരു ടീസറായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. ബാങ്ക് ജീവനക്കാരനായിട്ടുള്ള പൃഥ്വിരാജ് ആണെന്നാണ് തോന്നുന്നത്. ബാങ്ക് ജീവനക്കാരനാണെന്നല്ലേ പറഞ്ഞത്? ഐ തിങ്ക് സോ. അപ്പോൾ പുള്ളിക്കാരൻ പ്ലാൻ ചെയ്ത് ഇനി മറ്റേ നമ്മുടെ ലക്കി ഭാസ്കർ പോലെയൊക്കെ ഉള്ള ഒരു സംഭവമായിരിക്കും. ഇനി മറ്റേ ബാങ്കിൽ നിന്ന് തിരിമറി നടത്തുന്ന സംഭവങ്ങളും അതിനകത്ത് തിരിമറി, ഇതിനകത്ത് മോഷണമാണല്ലോ, സോറി. അപ്പം എനിവേ എന്തായാലും പുള്ളിക്കാരന് കാശിന് വേണ്ടി പുള്ളിക്കാരന് കാശിന് ആവശ്യമുള്ളത് കൊണ്ട് പുള്ളിക്കാരനായിട്ട് നടത്തുന്ന റോബറിയാണോ ഇനി? കൊള്ളാം. നമുക്ക് ഒന്നും കൂടെ കാണാം ഗൈസ്. എനിക്ക് ഒന്നും കൂടെ കാണാൻ തോന്നുന്നു ഗൈസ്. സുപ്രിയ മേനോൻ പ്രസൻസ്. മമ്മ പറഞ്ഞു പപ്പ അടി കൂടാൻ പോയിട്ടാണ്. ആണോ പപ്പ? IFC ബാങ്ക്, ISFC. ആ കഥ കേട്ടിട്ട് മടുത്തു. വെളിച്ചന്റെ കഥ മതി. ഒരു കഥയുണ്ട്. രാജീവൻ ബാങ്കിലേക്ക് എന്തോ കാര്യത്തിന് കൊടും ക്രിമിനലുകളായ 3 പേരെ ഉദ്യോഗസ്ഥൻ എങ്ങനെയോ കണ്ടെത്തും. ആ സമയത്ത് അവന്മാർ കണ്ടിരിക്കുന്നവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അവന്മാരെ അടിയും വാങ്ങിച്ച് അവന്മാരെ പിടിച്ചോണ്ട് പോകുന്ന സിറ്റുവേഷൻ ഞാൻ തന്നെ ഉണ്ടാക്കി. ഏതൊരു ഒരു നോബഡി. സോറി, ബാങ്ക് ജീവനക്കാരനല്ല, ബാങ്ക് ചെല്ലുന്ന ഒരാളാണ്. മൈ മിസ്റ്റേക്ക്. വിജയകരമായി അങ്ങനെ ഒരു ബാങ്ക് മോഷണം നടപ്പിലാവും. പോലീസും നാട്ടുകാരും വഴിനീളെ 17 കോടിയെ തപ്പി നടക്കുമ്പോൾ നമ്മുടെ ഈ ഉദ്യോഗസ്ഥൻ ആ കട്ട കാശും കൊണ്ട് തൻ്റെ ഭാര്യ ബാങ്ക് ജീവനക്കാരൻ തന്നെയാണോ? സുഖിക്കുക.
പറയുന്നത് അത്ര ഈസി ആയിട്ട് നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റില്ല. നല്ല പണിയെടുക്കേണ്ടി വരും. എനിക്ക് ഇഷ്ടപ്പെട്ടേ, സീരിയസ്ലി. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കാണാനുള്ളൊരു ത്വര ഉണ്ടാക്കുന്നുണ്ട് ടീസർ കണ്ടപ്പോൾ. അടുത്ത മാസം ജൂലൈയിലാണ് പടം ഇറങ്ങുന്നത്. എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു? അപ്പം ജേക്സ് ബിജോയാണ് മ്യൂസിക് റൈറ്റ് ചെയ്തേക്കുന്നത് സമീർ അബ്ദുൾ. ഈ സമീർ അബ്ദുൾ എന്ന് പറയുന്നതും റൊഷാക്കിൻ്റെ റൈറ്ററായിരുന്നു. പിന്നെ അതുപോലെ അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടനാണെന്ന് തോന്നുന്നു, അതിൻ്റെ ഏതിൻ്റെയോ റൈറ്ററും കൂടെ ആണെന്നാണ് തോന്നുന്നത്. ഒരു മിനിറ്റ്. യെസ്, അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടനും ഇബിലീസ് ഇതൊക്കെ എഴുതിയ ആളാണ് ഇതിൻ്റെ റൈറ്റർ. സോ യാ ഗൈസ്, അപ്പോൾ അതാണ് ഐ നോബഡി എന്ന് പറയുന്ന മൂവിയുടെ ഒഫീഷ്യൽ ട്രെയിലർ റിയാക്ഷനാണ് സുഹൃത്തുക്കളെ. സോ യെസ് ഗൈസ്, അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.